വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു അടിപൊളി കേക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ മൈദയിൽ തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെ സോഫ്റ്റ് ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിനായിട്ട് മുട്ടയുടെ ആവശ്യമൊന്നും ഇല്ല. നമുക്കതിപ്പോൾ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാവും. അതായത് ഒരു ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി അരക്കപ്പ് എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കര ഞാൻ നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഉരുക്കി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ കൊത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. ഞാൻ 1/2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വാനില എസൻസ് ആണ്. ഞാൻ 1 സ്പൂണ് വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആയി തരാൻ പാടായിരിക്കും. നമ്മൾ ഗോതമ്പ് പൊടി കൂടി ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരുപാട് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്. കാരണം നമ്മൾ സ്പൂൺ കൊണ്ടാണ് ഇളക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സായി വരുന്നതായിരിക്കും, കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ. നന്നായിട്ടൊന്ന് തിക്കായി വരുവാണെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് കുറച്ചായിട്ട് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കേണ്ട, കാരണം ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആ ഒരു പരുവത്തിനനുസരിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള ഗോതമ്പ് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ബട്ടർ മിൽക്കെല്ലാം ഒന്ന് നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഗോതമ്പ് മാവ് കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് മാവ് അരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ അരിച്ചാണ് ഒഴിക്കാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും. ബാക്കിയുള്ള ബട്ടർ മിൽക്ക് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കറക്റ്റ് കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ 1/2 കപ്പ് ബട്ടർ മിൽക്ക് കൂടിയാണ് ഞാൻ ഇതുമായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിലൊന്ന് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരേ സൈഡിലേക്ക് മാത്രം നമ്മളിതൊന്ന് സ്പൂൺ വെച്ച് കറക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പം നമ്മുടെ മാവ് ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ആയിരിക്കുന്ന നമ്മുടെ മാവിന് എങ്കിലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒഴിച്ചു കൊടുത്തതിന് ശേഷം, മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ബാക്കി വന്ന ബദാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം സ്റ്റാൻഡ് ഇറക്കി വെച്ച് നമ്മൾ ഈ പാത്രം അതിലേക്ക് ഇറക്കി വെച്ചാണ് വേവിച്ചെടുക്കുന്നതെന്ന്. ഞാൻ സ്ഥിരമായിട്ട് ഈ പാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ അകംഭാഗം കറുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 20 മിനിറ്റ് തൊട്ട് 25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. നല്ല മണം വരുന്ന സമയമാകുമ്പോൾ ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കുക. അപ്പോഴത്തേക്കും വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൂടി വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റാവുന്നതാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബിസ്ക്കറ്റൊക്കെ വെച്ച് തയ്യാറാക്കൂലേ, അപ്പോൾ ആ ഒരു ഇതുപോലത്തെ കേക്കാണിത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ചൂട് മാറിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ചൂടോട് കൂടി കട്ട് ചെയ്തത് കൊണ്ട് ചെറുതായിട്ട് അതൊന്ന് പൊടിഞ്ഞു പോയി. കാരണം വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ